ഹലോ. ആ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആ അത് നോക്കിയിരുന്നു കേട്ടോ. ആ അത്രയൊന്നും ഇല്ല, അത്രയൊന്നും ഇല്ല. ആ ഇല്ല 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 ഇല്ല, ഞാൻ പരിശോധിച്ചിരുന്നു, അത് ഞാൻ നോക്കിയിരുന്നു, ചെക്ക് ചെയ്തിരുന്നു. അതൊരു 1:30 വരെയൊക്കെ കാണുന്നുള്ളത് കേട്ടോ. അതൊക്കെ പോട്ടെ, അത് സാരമില്ല. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ സംഖ്യ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു 1:70 വരെ ആക്കി തരാം അത്. ആ ഇല്ല 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 ഇല്ല, അത്രയും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, രണ്ടിനൊന്നും എത്തില്ല അത്. ഇല്ല. ആ അപ്പൊ ഞാൻ പറഞ്ഞ സംഖ്യ കൊണ്ട് എത്തിച്ചോ. അപ്പൊ അത് ചെയ്യാം കേട്ടോ. ഇല്ല അന്ന് ഇല്ല, വീട്ടിൽ വരണ്ട. ആ ഞാൻ ഹോട്ടലായിരിക്കും. ഓക്കെ. ഇല്ല, അന്ന് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. വന്നോളൂ. ശരി. ഓക്കെ ഓക്കെ. എത്ര നേരമായിട്ട് ഇത്തിരി ഉപ്പ് വെച്ചിട്ട് നിന്നോട്? അവിടെ ശീതളേട്ടൻ ഇത് എന്തിന്റെ ഏടാ? ഞാൻ എത്ര വട്ടം പറഞ്ഞു നിങ്ങളോട്. എന്ത് മാങ്ങാണോ? അതല്ല, ആവശ്യത്തിന് ശമ്പളം കിട്ടണില്ലേ? അതിന് ഈ കണ്ണി കണ്ട ആൾക്കാരെ പ്രാക്ക് മേടിക്കണ എന്തിനാണ്? എന്ത് കണ്ട ആൾക്കാര്? എനിക്ക് മനസ്സിലായി. ഇപ്പൊ കൈക്കൂലി മേടിക്കാനുള്ള കാര്യല്ലേ പറഞ്ഞത്? ഒന്ന് പോയടി നീ. ആവശ്യത്തിന് സ്വത്ത് ദേ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ശമ്പളം കിട്ടണില്ലേ? അത് പോരെ? അത് പോരാ എടി, ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രം മേടിക്കാന്നാ നിന്റെ വിചാരം? പിന്നല്ലാതെ. നിനക്കൊക്കെ വല്ല കഥ നിന്റെ അറിയോ? ഞാൻ ഒരാളത് മേടിക്കാണ്ടിരുന്ന എന്റെ ചുറ്റുള്ള മൊത്തം ആളുകൾക്ക് എന്നോട് ദേഷ്യം തോന്നും. അവരുടെ കൂടെ ഞാൻ നിൽക്കണം. ഈ പ്രാക്ക് പിടിച്ച പൈസ വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്താ മേടിച്ചാലും എന്താ കുഴപ്പം? അവിടെ കിടന്നോട്ടെ, നിനക്കെന്താ, നീ ഉപയോഗിക്കണ്ട. നമുക്കത് ഗുണം ചെയ്യില്ലാന്ന്. വേണ്ടാന്നേ. ശീതള സാറേ. ഹലോ, ഇവിടെ എങ്ങോട്ട് വരോ? നീ കുറച്ച് മുളക് പൊടി എടുത്തിട്ടാ. ഒന്നാമത് നീ എന്റെ ഈ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടല്ലേ. എടുത്തോ. വാ. ഇവിടെ ഇരിക്കാം. എന്തായി കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നത്തിലാണ് സാറേ. എന്തൊരു അല്ല, ഇന്നെങ്കിലും ഇപ്പൊ ആ ബില്ല് ഒപ്പിട്ട് തന്നാലേ എനിക്ക് നാളെ ട്രഷറി പോയിട്ട് അത് മാറ്റാൻ പറ്റുമോ? അതിനിപ്പെന്താ, കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ സാറ് പറഞ്ഞ അത്രയും പൈസ എനിക്ക് റോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറ്റിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതാണ് വിഷയം. ഇപ്പൊ എത്ര ഉണ്ട് കയ്യില്? ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ട്. ഞാൻ ആ പൈസ ഞാൻ തരാം. സത്യശീല, താൻ എന്തൊട്ടാ വിചാരിക്കണത്? താൻ എന്താ മനസ്സിലാക്കണത്? നിങ്ങളുടെ ഇപ്പൊ ഈ കാശ് പിടിച്ച് ഞാൻ എന്റെ ബാങ്കിൽ കൊണ്ടുവരാന്ന് വിചാരം ആണോ? താൻ പറഞ്ഞില്ലേ ഈ മറ്റേ ഓവർസിയറും അവരും ഇവരൊക്കെ ഒപ്പിട്ടൊന്നു. അവസാനം താൻ എന്റെ അടുത്തേക്ക് വരുന്നുള്ള ധൈര്യത്തിൽ അതൊക്കെ ചെയ്തു തരണത്. താൻ ഇതാ ഒപ്പിട്ടാ മേടിച്ചു കഴിഞ്ഞാൽ പിറ്റുന്ന മുതൽ എന്നോടാ ചോദ്യം. എന്തായി സാറേ മറ്റേ കാര്യം? എന്തായി മറ്റത്? ഇതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാൻ നിൽക്കണം. പിന്നെ ഇത് കളിക്കുന്ന കളിയൊന്നും അല്ല. അല്ല, ഇതിപ്പോ ഞാൻ മനഃപൂർവ്വം തരാതിരിക്കുന്നല്ലോ. ഒന്നാമത് നിങ്ങൾ ഈ ദാരിദ്ര്യം പിടിച്ച ആൾക്കാർ ഈ ജാതി പണിക്ക് നിൽക്കണം എന്തിനാ? ഇതൊക്കെ കാശുള്ള ആൾക്കാർ ചെയ്യണ പണിയത്. കാശുള്ള ആൾക്കാർ ഈ പണിക്ക് നിൽക്കുക സാറേ. ഇത് ഈ ചെറുകിട പണികളല്ലേ എന്നെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഇത് ചെയ്യേണ്ടത്. സർക്കാരിന്റെ റോഡ് പണി, സർക്കാരിന്റെ കുളം വൃത്തിയാക്കല്, കനാല് നേരാക്കല്, ഇതൊക്കെയാണ് ഇപ്പൊ തനിക്ക് ചെറിയ പണി അല്ലേ? അപ്പൊ അമ്മ മനസ്സിലായി ആർത്തി. സർക്കാരിന്റെ പൈസ എങ്ങനെയെങ്കിലും തട്ടി തിന്നണം എന്നുള്ള ആർത്തി അല്ലേ? തന്റെ മൂളലിന്റെ അർത്ഥമൊക്കെ നീ മനസ്സിലായി കേട്ടോ. അപ്പൊ താൻ എന്താണോ ചെറ്റ ചെയ്യണമെന്നല്ലേ ചോദ്യം? എന്താ സാറേ, ഞാൻ മനസ്സ് പോലും വിചാരിച്ചില്ല കേട്ടാ. അതും കുഴപ്പമില്ലാതെ. അതെ, നിങ്ങളെ പോലുള്ള ആൾക്കാർ ഈ സകല തട്ടിപ്പും ചെയ്യുമ്പോ പിന്നെ ഇപ്പൊ ഞാൻ മാത്രമായിട്ട് എന്തിനും നേരാവണേ? അതെ, സംഗതി അതൊക്കെ പോട്ടെ സാറേ. ഞാൻ കാല് പിടിച്ചിരിക്കുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് ഒപ്പിട്ട് തരാം പ്ലീസ്. അതെ, ഇതൊന്നും നടക്കില്ല സത്യശീല. ഇതൊക്കെ ജെന്റിൽമെൻ കേസായിരിക്കണം. 1 2 3 എന്നുള്ളതിൽ പരിപാടിയാണ്. നോക്ക്, 10,000 റുപ്യ ഇതിലുണ്ട്. ബാക്കി പൈസ ഇല്ല. ബാക്കി പൈസ ഞാൻ ട്രഷറിയിൽ നിന്ന് മാറ്റിട്ട് ഞാൻ തരും. എന്നിട്ട് ഞാൻ ചെലവാക്കുള്ളൂ. അതെ, ഇതിപ്പോ കൂടെ ഉള്ളവർക്ക് കൊടുക്കാണ്ടാവില്ല പൈസ. പിന്നെ ഞാൻ തന്നെ ഈ പരിപാടിക്ക് സാറ് എന്നിപ്പോ അത് ഒപ്പിട്ട് വന്നില്ലെങ്കിൽ സാറ് എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വരേണ്ടി വരും. ഞാൻ കെട്ടി തൂങ്ങി ചാവും. എനിക്ക് വേറെ ഒരു മാർഗവും ഇല്ല. ഇതൊക്കെ പ്രാഗിട്ട് തരണെന്ന് എനിക്കറിയാം. അയ്യോ അല്ല സാറേ, കിട്ടാനും പോണില്ല. അല്ല, ഞാൻ അറിഞ്ഞോണ്ട് തരികയാണ്. പേപ്പർ ഇതിന്റെ പേരിൽ ചാവാൻ നിക്കണ്ട. നിങ്ങൾക്കും നമ്മളെപ്പോലുള്ള ആൾക്കാരെ കാര്യങ്ങൾ അറിയാതെ ഒപ്പിട്ട് കഴിഞ്ഞാലേ നിങ്ങളുടെ പരിപാടി കൊണ്ട് കഴിഞ്ഞു. അതെ.
ഈ പൈസ ഞാൻ ട്രഷറിയിൽ നിന്ന് മാറ്റിയിട്ട് ഉടൻ തരാം. ഓ ഒക്കെ കൊറേ കേട്ടിട്ടില്ലല്ലേ. ഓ ആയിക്കോട്ടെ. ശരി സാറേ. ഇപ്പൊ വലിയ ഉപകാരം സാറേ. ഓ ആ. ഈ പച്ചമാങ്ങയൊക്കെ ചെത്തി തിന്നതിന് പകരം വല്ല ആപ്പിൾ എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചൂടെ? എന്താ വില വിചാരം? 150 റുപ്യ എന്നാ ശരി, ഞാൻ പൊക്കോട്ടെ. വലിയ ഉപകാരം. ആയിക്കോട്ടെ. ഒരു ഗതിയില്ല, പല ഗതിയില്ല. ഓടാട്ടായിട്ട് ഇറങ്ങാം. ഞാൻ വിളിക്കാം. ഞാൻ ഇപ്പൊ മരുന്ന് ഷോപ്പിലുള്ളതാ. വൈകുന്നേരം കാണാം, ഒരു 5 മണിയാകുമ്പോ കേട്ടാ പോരെ? ആ ശരി. മോദിക്ക, എന്റെ മീൻ കണ്ടില്ല ഫ്രിഡ്ജിൽ വെച്ച? ഫ്രിഡ്ജിൽ വെച്ച എന്റെ മത്തി. അന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മരുന്ന് ഷോപ്പിലുള്ള ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മരുന്ന് വെക്കാനുള്ള, അല്ലാണ്ട് മീൻ കൊണ്ടേക്കാനുള്ള. അറിയോ മോദിക്ക, ഞാൻ മുതലാളി കളിക്കല്ല. എന്റെ ലൈസൻസ് കൊണ്ടാണ് ഈ കടയുടെ നിൽക്കുന്നത്. ഞാൻ ലൈസൻസ് എടുത്ത് പോയ കട പൂട്ടി പോണ്ടി വരും. നല്ല വേറെ പണിക്ക് വേണം എന്ന് പറഞ്ഞിനി ഒന്നുമില്ല. തലവേദനക്കുള്ള മരുന്നുണ്ടാ? തലവേദനക്കുള്ള മരുന്നുണ്ടാന്ന്. എത്രണ്ണം വേണ്ടേ? എത്രണ്ണം വേണ്ടത്? ഒരു 10 എടുത്തു. ഇത് ഗ്യാസിന്റെ ഗുളിയല്ലേ നീ? അതെ, ഗ്യാസിന്റെ ഗുളികയാണ്. തലവേദനക്ക് കാരണം എന്താണ്? ഗ്യാസ് ആണ്. അപ്പൊ കാരണം ഗ്യാസിന്റെ ഗുളിക കഴിക്കണം. ലക്ഷണത്തിന്റെ മരുന്ന് ഒരിക്കലും കഴിക്കാൻ പാടില്ല. അപ്പൊ ഇത് കറക്റ്റ് ആണ്. തലവേദനയുടെ കാരണം ഗ്യാസ്. അത് ഗ്യാസിന്റെ കാരണം എന്താണ്? ഗ്യാസിന്റെ കാരണം വെച്ചാൽ ഏർക്കാണ്ട് ഉരുളക്കിഴങ്ങ് കഴിക്കുന്നുണ്ടല്ലോ, അത് ലിമിറ്റ് ആക്കണം. എന്നാ പിന്നെ ഉരുളക്കിഴങ്ങ് കഴിക്കാതിരുന്നാ പോരെ? മതി, അത്രയും ഉണ്ട്. അതുകൊണ്ട് അവിടെ നിൽക്കേ. ഇതാണ് തലവേദന ഗുളിക. ഇത് കഴിച്ചാൽ മതി കേട്ടോ. ഒരു 60 രൂപ. ഇനി ഇത് വല്ല മാറ്റേണ്ട വരുമോ? ഇല്ല 60 രൂപ. 60 രൂപ കൊടുത്തോ. ഞാൻ നേരത്തെ തന്ന മരുന്നിന് വെറും 12 രൂപ. ഇത് 60 രൂപ കൊടുത്തോ. ആർക്ക് നഷ്ടം? 60 രൂപ. പൈസ മേടിച്ച് എന്ത് കച്ചവടമാക്കി. ഇവിടെ ഇന്നെ നിക്കാത്ത നല്ല കേട്ടോ. ഇവിടെ ഈ നിന്ന് കഴിഞ്ഞാൽ കച്ചവടം കുറയും. ഇങ്ങനെയാണ് കച്ചവടം നടത്തല് മരുന്നിന്റെ. ശരി, എന്നാ ഞാൻ പോയിക്കോളാം. ലൈസൻസ് വിട്ടെന്നാൽ ലൈസൻസ് വിട്ടു. ഈ ആൾക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ചൂടാവുന്ന ഒരു മാന്യമായി സംസാരിക്കണം. കൊണ്ട് എന്റെ ലൈസൻസ് ഞാൻ പോയിക്കോളാം. ഞാൻ മാന്യമായിട്ട് സംസാരിച്ചോളാം. സാർ ഇരുന്നോളി. നിങ്ങൾ മനസ്സിലാക്കണേ, ഏടൊക്കെ ഉണ്ടായാലും പണിയാണ്. വേറെ എന്തെങ്കിലും കൊണ്ടുവച്ചാൽ ഏത് മെഡിക്കൽ സ്റ്റോറിലും എനിക്ക് ജോലി ആയിക്കോട്ടെ. ഞാൻ വേറെ എന്തെങ്കിലും പണിയിട്ട് അതിന് പോയിക്കോളും. നിവൃത്തികരണം നിന്ന് പോകും അവിടെ. അല്ല, അത് എന്നോട് നിങ്ങൾ പറയണ്ട. കനാല് അത് നിങ്ങൾ ആ ലിങ്കിന്റെ അവിടെ മാത്രം ആ വെള്ളം ടേൺ ചെയ്ത് വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നിങ്ങൾ കോൺക്രീറ്റ് സ്ട്രോങ് ആക്കണം. അത് എന്നെ പറഞ്ഞ കാര്യമില്ല. അത് നിങ്ങൾ ചെയ്യേണ്ട. അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടല്ലേ, അത് നിങ്ങൾ ചെയ്യണ്ട. ബാക്കിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം സ്ട്രോങ് ആയിട്ടേ അത് ശരിക്കും അവിടെയൊക്കെ ശരിക്കും പൊളിഞ്ഞു പോകാൻ സാധ്യതയുള്ള സ്ഥലാ. അല്ല, അത് നമുക്ക് വന്നിട്ട് ചെയ്യാം. അത് നിങ്ങൾ വീട്ടിലേക്ക് വന്നോ, ഞാൻ പറമ്പിലുണ്ടാവും. ശരി. ഇതെന്താ സാറേ പറ്റിയ? പ്രഷർ കൂടിയാ? പ്രഷർ ഒന്നും പറയണ്ട. 2 ദിവസമായിട്ട് തീരെ സുഖമില്ല. ഒരാഴ്ചത്തേക്ക് എടുക്കാം അല്ലേ? ഒരാഴ്ചക്ക് എടുക്കാം. എന്റെ ഇത്രയുണ്ടോ? ഇനിയിപ്പോ ഭക്ഷണമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. എല്ലാരും പറയണ ഒരു കാര്യമാണത്. എത്രേ സാറേ? സാറേ 425. എത്ര? 425. ചേഞ്ച് ഇല്ലല്ലോ സാറേ? ചേഞ്ചില്ല, എന്റെ ആകുന്നേ ഉള്ളൂ. ആണോ? ഒക്കെ കിട്ടണം കണ്ടാണ്. ഇവിടെയും ചേഞ്ച് ഇല്ല. എന്താ ചെയ്യാ? വേറെ ഇല്ല എന്റെ കയ്യില്. എന്നാ സാറിന്റെ പണി
ഞാൻ അവിടെ മൊബൈൽ ഷോപ്പ് പോയിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ട് വരാം കേട്ടോ. അയ്യോ. ഞാനൊന്ന് ചേഞ്ച് ആക്കിയിട്ട് വരാം. ആരെങ്കിലും മരുന്നിന് വന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുക്കരുത്, ഞാൻ വന്നിട്ട് കൊടുക്കാവൂ കേട്ടോ. മരുന്ന് കൊടുക്കുന്നതിൽ എന്നെ വിശ്വാസമില്ല, ആ. പക്ഷെ ലൈസൻസ് എന്റെ പേരിലാണ്. നിങ്ങളുടെ പേരിലോ? ഇതിപ്പം ഞാൻ ലൈസൻസ് എടുത്ത് പോലെ കൂട്ടേണ്ടി വരും. നിങ്ങക്ക് എങ്ങനെയാ ലൈസൻസ് കിട്ടി? ഇപ്പൊ കൊണ്ടൊരു ചില്ലറ. ആ. ഇതിപ്പോ കമ്പൗണ്ടർ ഡോക്ടറായി എന്ന് പറഞ്ഞ പോലെയാണ്. പണി അറിയാവുന്ന ടെക്നീഷ്യൻ എല്ലാ ദിവസവും ലീവാണ്. ഇപ്പൊ ഞാൻ ഇത് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇത് ശരിയാവണമില്ല. ഇതിവിടെ ഇരിക്കട്ടെ, ഇതിന് വേറെ പകരം പുതിയ മൊബൈൽ കൊടുത്താലും കുഴപ്പമില്ല. മൺമതാ ഒരു 2000 ചേഞ്ച് തൊട്ടേ. എന്താണ് മെഡിക്കൽ സ്റ്റോറി ഇല്ലാത്ത ഇനി ചില്ലറയാണ് ഇവിടെ മൊബൈൽ ഷോപ്പില്? അച്ഛൻ നടന്നില്ലെന്നാണ്. അതെ, ഞാൻ കിടന്നത് കുറച്ച് ഇപ്പൊ നമ്മുടെ KSFE-യുടെ അവര് കളക്ഷൻ വന്ന് അവർക്ക് കൊടുത്ത്. വേറെ ഇല്ല, എല്ലാരും കൊണ്ടുവരുന്നത് 2 വേറെ ഒന്നും നോട്ട് കിട്ടാനില്ല, അതാണ്. എന്താ നോക്കണേ ഈ? ഇത് മറ്റവനാണ്. ആര്? ഇവിടെ വ്യാജനാണെന്ന്. കള്ളനോട്ടോ? ഇത് എവിടെ നിന്ന് കിട്ടി? ഇതിപ്പോ മരുന്ന് ഷോപ്പിൽ ഒരാൾ കൊണ്ടുവന്ന. എന്നിട്ട് ആള് പോയാ? ആളവിടെ ഉണ്ട്, നമ്മളെ എക്സി ശീതളൻ സാറ്. ഏത് നമ്മുടെ കൈക്കൂലി പാവി ശീതളനാ? അയാൾ കൈക്കൂലി മേടിക്കൂ? കൈക്കൂലി മേടിക്കൽ അയാൾ വിഴുങ്ങും മൊത്തത്തോടെ. എന്തൊരു വൃത്തിയേട്ട മനുഷ്യനാണെന്ന് അറിയാമോ? എന്റെ മൂത്തേട്ടനില്ലേ ജഗന്നാഥേട്ടൻ, ഇവിടെ ദുബായിലുള്ള. അയാള് ദുബായിൽ പോകാൻ കാരണക്കാരൻ ആരാ? ഈ മനുഷ്യന് ഒറ്റ ഒരാളാ, ഈ ശീതളം കാരണം. ഏട്ടൻ കോൺട്രാക്ടറിലായിരുന്നോ? ഈ പണിയത് വന്ന ഒരൊറ്റ ബില്ല് ഇയാള് ഒപ്പിട്ട് കൊടുക്കൂല. ഇനി ബില്ല് ഒപ്പിടണോ 1-2 രൂപയിലൊന്നും നിൽക്കില്ല. ചേട്ടന് കിട്ടണതിന്റെ പകുതി കൂടുതൽ അയക്ക് വേണം. അങ്ങനെ ഇയാളുടെ കൂടെ ജോലി ചെയ്യണ ഉദ്യോഗസ്ഥരെയൊക്കെ തീറ്റിപ്പോറ്റിയുണ്ടല്ലോ. ഏട്ടൻ ഇപ്പൊ ഒരു പരുവത്തിലായി. അവസാനം ഇപ്പൊ നിവർത്തിയില്ലാതെ ഗൾഫിൽ പോയേക്കാണ്. അറബിയുടെ കൂടെ ഒട്ടത്തിനെ മേക്കലാണ്. ഞാൻ ആ ചങ്ങായി കൊണ്ടുകൊടുത്തേക്കട്ടെ. അതിങ്ങെടുത്തേ. ഇതെന്തിനാ നമ്മള് കയ്യിൽ വെക്കണേ? എടുക്കുമോ? ഇത് ചെറിയൊരു പണിയുണ്ട്. എന്താണ്? അല്ല, ഞാനേ എന്റെ ഏട്ടന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇതാണ്. ഇത് നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ അറിയിക്കാനുണ്ട്. ചെറിയ പണി. അടിക്കണ്ട. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാറേ, ചെറിയൊരു പ്രശ്നമുണ്ടേ. ഹായ്, നിങ്ങളുടെ ഇഷ്ട പ്രോഗ്രാമായ മറിമായം സംപ്രേഷണം ആരംഭിച്ചിട്ട് 15 വർഷം പിന്നിടുകയാണ്. 1ാമത്തെ എപ്പിസോഡ് മുതൽ നിലവിൽ സംപ്രേഷണം കഴിഞ്ഞ എപ്പിസോഡ് വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം മനോരമ മാക്സിലൂടെ.